ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൈമൺ ഡാനിയൽ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ചാനലിൽ ഒരു കമൻ്റ് ഇട്ടു. കമൻ്റ് ഇങ്ങനെയാണ്: ഫ്രണ്ട്സ്, ദിസ് അഡ്വൈസ് ഈസ് ഹൈലി മിസ്ലീഡിങ്. ആദ്യത്തെ സംഭവം ഇതാ. അപ്പം ഞാനത് ഏതാ വീഡിയോ നോക്കി. വീഡിയോ ഇതാണ്: ഇന്ന് വരെ ഇൻവെസ്റ്റേഴ്സിന് ലാഭം മാത്രം കൊടുത്തിട്ടുള്ള ഇന്ത്യൻ കമ്പനികൾ. പുള്ളിനോട് എനിക്ക് പറയാനുള്ളത്, പുള്ളി പറയുന്നത് ഷെയർ മാർക്കറ്റിൽ നിന്ന് ക്യാഷ് കിട്ടാൻ ഒരു 14% മുകളിൽ റിട്ടേൺ കിട്ടണമെങ്കിൽ 7 മുതൽ 10 വർഷം വരെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓർക്കുക, 14% മുകളിൽ റിട്ടേൺ കിട്ടണമെങ്കിൽ 7 മുതൽ 10 വർഷം വരെ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണം എന്നാണ് പുള്ളി ഈ കമൻറ്റിൽ കൂടെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ എനിക്ക് ചെയ്യാനുള്ളത്, സൈമൺ ഡാനിയൽ ഒരു കാര്യം ചെയ്യുക. 6 കമ്പനികളെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഈ 6 കമ്പനികളുടെയും പ്രൈസ് മൂവ്മെൻറ്റ് വാച്ച് ചെയ്യുക. 14 വർഷമൊന്നും വേണ്ട, 1 വർഷം വാച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇത് എപ്പോൾ 14% ആവുന്നോ അപ്പം നിർത്തുക. എത്ര കാലാവധിയാണ് അത് എത്തുന്നതെന്ന് നോക്കുക. ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ വീഡിയോ ഇറങ്ങിയതല്ലേ, അപ്പോൾ ഈ വീഡിയോ ഇറങ്ങി അന്ന് മുതൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കൂട്ടുക. ഇപ്പം തന്നെ അതിനെ കഴിഞ്ഞ് മുകളിലാണ് മിക്കതിൻ്റെയും പ്രൈസ്. ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. പലതിൻ്റെയും പ്രൈസ് ആ വീഡിയോ ഇറങ്ങിയതിനെ കഴിഞ്ഞ് മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മിക്കതും 52 വീക്ക് ഹൈ അങ്ങനെ നിൽക്കുകയാണ്. അതിൽ തൊട്ടില്ല, ഇന്ന് ബ്രേക്ക് ചെയ്യും, നാളെ ബ്രേക്ക് ചെയ്യുമെന്ന് കരുതി ഓൾറെഡി ബ്രേക്ക് ചെയ്തുകൊണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ സംഭവം നോക്കുക, പ്രൈസ് നോക്കുക. ഇത്രയും കമ്പനികളുടെ കേട്ടോ, 6 കമ്പനികളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ 6 കമ്പനികളുടെ ഇതിന് അഗേൻസ്റ്റാണല്ലോ നിങ്ങൾ ഇതിന് മുമ്പും ഈ സൈമൺ ഡാനിയൽ ഈ സെയിം മെസ്സേജ് തന്നെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഞാൻ അത് ആരോടൊന്നും പറഞ്ഞില്ല, പുള്ളീനോടും അത് കംപ്ലൈൻറ്റ് പറഞ്ഞില്ല. പിന്നെ വേറെ ഒരു സംഭവമുണ്ട്, ഇതിലൊരു പ്രൊമോഷൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത്. പുള്ളി ഒന്നാമത്തെ പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൈസ ഉണ്ടാക്കാമെന്നാണ്. മ്യൂച്വൽ ഫണ്ടിൽ SIP രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പൈസ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ദൂരേക്കൊന്നും പോകുന്നില്ല. ഞാൻ പഴയ സ്റ്റോറി, വിപ്പോയിൻ്റെ സ്റ്റോറി എടുക്കുന്നില്ല, TCSൻ്റെ സ്റ്റോറി എടുക്കുന്നില്ല, HDFC ബാങ്കിൻ്റെ സ്റ്റോറി എടുക്കുന്നില്ല, ഇൻഫോസിസിൻ്റെ സ്റ്റോറി എടുക്കുന്നില്ല, ഈ കഴിഞ്ഞ അശോക് ലൈലാൻഡിൻ്റെ സ്റ്റോറി പോലും എടുക്കുന്നില്ല. എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ആദിത്യ സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സാർ ഒരു 4-5 വർഷം മുമ്പ് ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്തു. നമ്മുടെ ഗ്രൂപ്പിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്. 13 രൂപയ്ക്കാണ് സാറ് മേടിക്കുന്നത്. പിന്നെ മറന്നുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ബ്രോക്കറെ എല്ലാം വിട്ട് വേറെ ബ്രോക്കറായി. അങ്ങനെ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത കാര്യമേ മറന്നുപോയി, നോക്കിയില്ല. 4-5 വർഷം കഴിഞ്ഞു. 4-5 വർഷം കഴിഞ്ഞ് ബ്രോക്കർ വിളിച്ചു, കുറച്ച് ഷെയർ ഇതിൽ കിടപ്പുണ്ടല്ലോ, വിൽക്കട്ടെ എന്നും ചോദിച്ചിട്ട്. അങ്ങനെയാണ് നോക്കുന്നത്. 13 രൂപയ്ക്ക് മേടിച്ച ആ ഷെയർ 750 രൂപയുടെ മുകളിൽ പോയായിരുന്നു. പക്ഷേ ആദ്യത്തെ സാറ് മറന്നുപോയി, വിൽക്കാൻ പറ്റിയില്ല. ചിലവർക്കൊക്കെ അത് സംഭവിക്കുന്നതാണ്, എനിക്കിപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ ക്വാണ്ടിറ്റി ഇല്ലെന്ന് മാത്രം. ഒരു ബ്രോക്കർ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല, അതിൽ എന്തൊക്കെയോ കിടപ്പുണ്ട്. ഒരു മ്യൂച്വൽ ഫണ്ട് ഈ പറയുന്ന പോലെ കിടപ്പുണ്ട്. കുറേ വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ നല്ല റിട്ടേൺ കിട്ടിയേക്കാം, എന്താണോ അറിയില്ല, നോക്കാറില്ല. പക്ഷേ അതിൽ ക്വാണ്ടിറ്റി കുറവാണെന്നുള്ളൂ. അപ്പോൾ ഈ 750ൻ്റെ മുകളിൽ പോയായിരുന്നു. ബ്രോക്കർ വിളിക്കുമ്പോൾ തന്നെ അതിന് ഏകദേശം 300-ന് താഴെ വിലയുണ്ട്. ഞാനത് എക്സാക്റ്റ് ഫിഗർ മറന്നു പോയതുകൊണ്ടാണ്. മെസ്സേജ് നമുക്ക് എടുക്കാൻ പറ്റും, ഗ്രൂപ്പിലുണ്ട്. 300 രൂപയ്ക്ക് താഴെ അതിന് വിലയുണ്ട്, 280 എന്തോ ആ റേഞ്ച്. ആദ്യം സാർ അതപ്പം തന്നെ വിറ്റു. എത്ര ശതമാനം അവിടെ റിട്ടേൺ? എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചോ. അത് പോട്ടെ, അടുത്തത് എബ്രഹാം സാർ ഇപ്പോൾ ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ല, നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ്. എബ്രഹാം സാറ് മേഘ്മണി ഓർഗാനിക്സ് എന്ന് പറയുന്ന ഒരു ഷെയർ ഉണ്ട്. ഈ ഷെയർ ഏകദേശം 10 രൂപയുടെ മുകളിൽ തൊട്ടാണ് സാറ് മേടിക്കാൻ തുടങ്ങിയത്. ആ ഷെയർ എത്ര രൂപ വരെ പോയി? 100 രൂപ. ഇതെനിക്ക് അറിയാവുന്ന കാര്യമാണ്, അതാണ് ഞാൻ പറയുന്നത്. 100 രൂപയുടെ മുകളിൽ പോയി. ഇപ്പോൾ ഇടിഞ്ഞിട്ട് വീണ്ടും കയറാൻ തുടങ്ങിയിട്ടുണ്ട്. സാറിൻ്റെ കയ്യിൽ ഇപ്പോഴും ഷെയർ ഉണ്ട്. ആ ഷെയർ ഇപ്പോഴും സാറ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് ഇടയ്ക്ക് പലവട്ടം വിറ്റു, പലവട്ടം വാങ്ങി. 13 രൂപയ്ക്കൊക്കെ വാങ്ങിയ ഷെയർ സാറ് 26-27 രൂപയ്ക്കാണ് സാറ് വിറ്റത്. വീണ്ടും വാങ്ങി, വീണ്ടും വിറ്റു. ഇങ്ങനെ പലവട്ടം സാറ് ഈ ഷെയർ ചെയ്തത് മേഘമണി ഓർഗാനിക്സ്. ആ സാധനം 100ൻ്റെ മുകളിൽ പോയായിരുന്നു. പിന്നെ ഒരു ഇടിവ് കറക്ഷൻ വന്നായിരുന്നു. ഇപ്പോൾ വീണ്ടും കയറുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര ശതമാനം ഇതിൻ്റെയൊക്കെ ലാഭം? അത് ഇപ്പോൾ 2 പേരുടെ കാര്യം ഞാൻ പറഞ്ഞു, ആദിത്യ സാറിൻ്റെ കാര്യം പറഞ്ഞു, എബ്രഹാം സാറിൻ്റെ കാര്യം. ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞ ഒരു 7500ൻ്റെ മുകളിലുണ്ട് മെമ്പേഴ്സ്. ഗ്രൂപ്പിൽ ഈ സാധനമൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. ഈ സാധനം ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഈ നിങ്ങളുടെ ഒരു ബുക്കുണ്ട്, ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. മെയ് 2009 ലാസ്റ്റ് 2019 മെയ് ലാസ്റ്റോട് കൂടി നിങ്ങൾ പബ്ലിഷ് ചെയ്യുക, ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബുക്കിൻ്റെ പബ്ലിസിറ്റി, അതിൻ്റെ ഒരു പ്രൊമോഷനാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്.
ഇതുപോലത്തെ മെസ്സേജുകൾ നിങ്ങൾ പല ചാനലിലും ഇട്ടിട്ടുണ്ടാവും. ആദ്യം ബുക്ക് വരട്ടെ. നിങ്ങൾ എഴുതിയ ബുക്കാണ്, അത് നിങ്ങൾ തന്നെ ഇതങ്ങ് പൊക്കി പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുക? നിങ്ങളുടെ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ട് വരട്ടെ. ഒരു കോപ്പി എനിക്ക് വായിച്ചാൽ അതിൻ്റെ സോഫ്റ്റ് കോപ്പി എനിക്ക് എൻ്റെ അഡ്രസ്സ് കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, ഫോൺ നമ്പറുണ്ട്, മെയിൽ ID ഉണ്ട്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഒരു ബുക്ക് ഞാൻ കാശ് കൊടുത്ത് വാങ്ങാനൊന്നും പോകുന്നില്ല, നിങ്ങൾ ഒരെണ്ണം ഫ്രീ ആയിട്ട് അയച്ചതാ. സോഫ്റ്റ് കോപ്പി ഞാൻ റിവ്യൂ, നല്ല സാധനമാണ് ഞാൻ റിവ്യൂ ചെയ്യും. ചീത്തയാണെങ്കിൽ ചീത്തയെന്ന് പറയും. ചീത്തയാണെങ്കിൽ റിവ്യൂ ചെയ്യാതിരുന്ന പോരെ. നല്ല സാധനം, നിങ്ങളുടെ ബുക്ക് നല്ല സാധനമാണ് എങ്കിൽ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റ് അല്ലാതെ വേറെ രീതിയിൽ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള മാർഗം അറിയാമെങ്കിൽ, ആ ബുക്കിൽ പറയുന്നുണ്ടെങ്കിൽ ഞാനത് റിവ്യൂ ചെയ്യും. അത് നല്ല സാധനമാണെന്ന് ഞാൻ പറയും. പക്ഷേ ഈ ചത്ത കൊച്ചിൻ്റെ ജാതകം എഴുതുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് ജനിക്കാത്ത കൊച്ചിൻ്റെ ജാതകം എഴുതേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ബുക്ക് ആദ്യം വരട്ടെ, എന്നിട്ട് ഇതുപോലത്തെ മെസ്സേജുകളൊക്കെ ഫോർവേഡ് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുമ്പോൾ ഇത് അറ്റ്ലീസ്റ്റ് അത് ആരുടെ സംഭവമാണ് എന്ന് അറിഞ്ഞിരിക്കണം. യൂട്യൂബിൽ ഞാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ എൻ്റെ അനുവാദം വേണം, അല്ലാതെ ഞാനത് പ്രോത്സാഹിപ്പിക്കില്ല. ഇതൊക്കെ ബുക്കിൻ്റെ ഒരു പ്രൊമോഷനാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ എഴുതിയേക്ക്, ഇഫ് യു ഡു നോട്ട് ലിസൺ ടു മീ ഗുഡ് ലക്ക്, യു ഹാവ് ദ ഫ്രീഡം ടു ഡിസൈഡ് ഓൺ യുവർ സൂയിസൈഡ്. നിങ്ങളെന്നാ പറഞ്ഞതാ എന്താ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ആ ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഞാനിത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സർവീസാണിത് യൂട്യൂബിൽ. ഞാനൊരു PMS സർവീസോ ഒരു കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല, ആരോടും കാശും വാങ്ങിയൊന്നും ചെയ്യുന്നില്ല. അപ്പം ആ കാശ് വാങ്ങി ചെയ്യുന്നത് മോശമാണെന്നല്ല പറഞ്ഞത്, അത് നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ബുക്ക് പുറത്തിറങ്ങട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നല്ല സംഭവം അറിയാമെങ്കിൽ നിങ്ങളിത് പറഞ്ഞു തരട്ടെ, ഞാൻ വീഡിയോ ചെയ്യാം അതിനെ പറ്റിയിട്ട്. ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? ധൈര്യമുണ്ടോ ഫ്രീ ആയിട്ട് കൊടുക്കാൻ? ഫ്രീ ആയിട്ട് കൊടുത്തില്ല വേണ്ട, കാശ് മേടിച്ചോ, ഒരു പ്രശ്നമില്ല, കാശ് തരാം. പക്ഷേ നല്ലതാണോ അല്ലയോ നമ്മൾ അറിയണ്ടേ, ഇല്ലാതെ എങ്ങനെയാണ് കാശ് തരിക? ഇവിടെ ഒരു മ്യൂച്വൽ ഫണ്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. SIP ചെയ്യുന്നത്, SIP നല്ല രീതിയാണ്, അത് ഞാൻ പറയുന്നില്ല. ഇതേ മെത്തേഡ് എന്തുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്തുകൂടാ? മ്യൂച്വൽ ഫണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ? നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഒരു മ്യൂച്വൽ ഫണ്ടിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട് എന്നുള്ളത്, എന്തൊക്കെ ഷെയറുകളിലാണത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഡെക്സുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. എന്നാൽ പിന്നെ നമുക്കത് ആ മ്യൂച്വൽ ഫണ്ടിൽ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ ഡയറക്റ്റായിട്ട്? അപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കുറയില്ലേ? അപ്പം അതെന്താ പറയാതിരുന്നേ? ഓക്കെ, എല്ലാം പോട്ടെ. അപ്പോൾ ഇനി മുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും എൻ്റെ ചാനലിൽ ഇടരുത്. ഞാൻ അങ്ങനത്തെ പ്രൊമോട്ട് ചെയ്യില്ല. ഓൾറെഡി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. വീണ്ടും നിങ്ങൾ ഇട്ടപ്പോഴാണ് ഞാൻ ഇത്രയും മെസ്സേജ് അയച്ചത്. ഒരു അവയർനെസ് ആണ് പബ്ലിക്കിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ നിങ്ങൾ ചെയ്തേക്കുന്നത് നിങ്ങളുടെ ബുക്ക് വിൽക്കാനുള്ള ഒരു തന്ത്രമാണ് അല്ലേ? ആ തന്ത്രമാണെന്ന് ആ തന്ത്രം ചെയ്തുകൊണ്ടല്ലേ നിങ്ങൾ ഈ ഇക്വിറ്റിയിൽ ഇത്രയും നല്ല ഷെയർസിൻ്റെ, ഇത്രയും നല്ല കമ്പനീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പം അത് മിസ്ലീഡ് ചെയ്യുവാണ് എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഒരു വർഷവും സാധനം ഒന്നും വേണ്ട, ഇനി പോട്ടെ 7-10 വർഷം എന്നാണ് പറഞ്ഞത്. 7-10 വർഷം കഴിയുമ്പോൾ ഈ കമ്പനികളൊക്കെ എവിടെ എത്തി നിൽക്കുന്നതെന്ന് നോക്ക് നിങ്ങൾ. അതിനൊക്കെ ഒരുപാട് നാൾ വേണം. ഇത് 14% മുകളിൽ വരുമ്പം, ഏതെങ്കിലും ഒരു 14% മുകളിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾ ഈ പറയുന്ന പോലത്തെ 8-10 വർഷമൊന്നും വേണ്ട ഇത് വരാൻ വേണ്ടിയില്ല, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി അത് ചെയ്യരുത്. ഈ മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ബുക്ക് ഇറങ്ങിയിട്ട് ആൾക്കാർ നല്ല ബുക്കാണെങ്കിൽ ആൾക്കാർ നല്ലതെന്ന് പറയും തീർച്ചയായിട്ടും. ഇപ്പം ഇറങ്ങാത്ത ഒരു ബുക്കിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് സഞ്ജു റാം. ഓക്കെ, സഞ്ജു റാമിനോട് എനിക്കൊന്നും പറയാനില്ല. ഇതുപോലുള്ള മെസ്സേജുകൾ താങ്കളല്ല ഇത് ആദ്യമായിട്ട് അയക്കുന്നത്, അതുകൊണ്ട് ഇതുപോലുള്ള മെസ്സേജുകൾ ഒരുപാട് നമ്മുടെ ഗ്രൂപ്പല്ല ഇതിൽ കമൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സംഭവം എന്നാന്ന് വെച്ചിട്ടുണ്ടല്ലോ, താങ്കളുടെ കുറ്റമല്ല, താങ്കളെ ഞാൻ കുറ്റം പറയുന്നില്ല. ഇതിൻ്റെ ഒരു സംഭവം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കോയമ്പത്തൂരുള്ള ഒരു കമ്പനി, ഈ കമ്പനി 6000 രൂപ ആൾക്കാരുടെ കയ്യിൽ നിന്ന് മേടിക്കും. 6000 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. 100 രൂപ വെച്ച് എല്ലാ ദിവസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് തരും. 100 രൂപയില്ല, 90 രൂപയാണെന്നാണ് എൻ്റെ അറിവ്. 90 രൂപ, 10 രൂപ ഇവർ ടാക്സ് അത് ഇതെന്ന് പറഞ്ഞ് പിടിക്കും. 90 രൂപ വെച്ച് ഇട്ട് തരും. ഇങ്ങനെ 150 ദിവസം ഇട്ട് തരും. ഏകദേശം എത്രയുണ്ട്? 13,000 രൂപ ഉണ്ടല്ലേ? 13,000 രൂപ, ഡബിളിൻ്റെ മുകളിലുണ്ട്. 13,000 15,000 കൂട്ടി നോക്കിയാൽ മതി. ഓക്കെ, ഞാനത് കൂട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ നോക്കിയില്ല. അപ്പോൾ 6000 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡബിൾ
ഇരട്ടി കൂടുതൽ കിട്ടും. എല്ലാ ദിവസവും അതിൻ്റെ ഒരു ചെറിയ ചെറിയ പോർഷനാണ് കിട്ടുക. 90 രൂപ വെച്ചാണ് കിട്ടുക. 100 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നില്ലോ, അപ്പോൾ 90 വരുന്നുള്ളൂ. 90 നോക്കിയാൽ മതി. പിന്നെ ടാക്സ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നെ നോക്കാം. ഇതാണ് ചെയ്യുന്നത്. അപ്പം ഇവരുടെ ബിസിനസ് എന്താണ്? ഈ കമ്പനിയുടെ ഇവരുടെ ബിസിനസ് കമോഡിറ്റി ട്രേഡിംഗ് ആണ് എന്നാണ് ഇവർ പറയുന്നത്. പല ബിസിനസ്സുകളുണ്ട്, അതായത് പ്രധാനപ്പെട്ട കമോഡിറ്റി ട്രേഡിംഗ് ആണെന്നാണ് പറയുന്നത്. അതായത് ട്രേഡിങ്ങിൻ്റെ കാര്യം എന്തൊക്കെയാണെന്ന് സാധാരണ ജനങ്ങൾക്കറിയാം. പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്? കാരണം നിങ്ങൾ ഒരാളെ അവിടെ ചേർത്ത് കഴിഞ്ഞാൽ അയാൾ എത്ര പൈസ ഇടുന്നോ അതിൻ്റെ പകുതി പൈസ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം 6000ൻ്റെ മൾട്ടിപ്ലിക്കേഷനായിട്ട് എത്ര വേണേലും ഇടാം. 6, 12, 12,000, 18,000 എന്നും പറഞ്ഞിട്ട് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എത്ര പൈസ വേണേലും ഇടാം. അപ്പം ഒരാളെ ചേർത്തു, ഒരാൾ 60,000 രൂപ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പൈസയായ 30,000 രൂപ ചേർത്ത ആൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ആൾക്കാർ ഇത് ചെയ്യുന്നത്. ഒരു കാരണവശാലും ചെയ്യരുതാത്ത കാര്യമാണ്. ഒരു കമ്പനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനി എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയണം. പ്രത്യേകിച്ച് ഇതുപോലുള്ള പരിപാടികൾ. ഇതെന്ന് പറഞ്ഞാൽ ഈ മണി ചെയിനില്ലേ, ആ സംഭവമാണിത്. ഈ സാധനം കോയമ്പത്തൂരുള്ളൊരു കമ്പനിയാണ്. ഇത് പല മെസ്സേജുകളും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പലർക്കും പേഴ്സണലായിട്ട് റിപ്ലൈ കൊടുത്തു. ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പൈസ കിട്ടും, പൈസ കിട്ടില്ലെന്നും പറയുന്നില്ല. കമ്പനി പൂട്ടി പോകുന്നവരെ അതിലുള്ളവർക്ക് പൈസ കിട്ടും. ഓക്കെ, 6000 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 13,000 രൂപ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്കാണത്, നല്ല കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്നാന്ന് വെച്ചാലും 6000 ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ഇപ്പോൾ 150 ദിവസം കൊണ്ട് 13,000 രൂപ കിട്ടി. 150 ദിവസം അവിടെ പോയേ, പിന്നെ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ 60,000 ആയിരിക്കും. ഉറപ്പാണ്. അതാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം. അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കില്ല. നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഡബിൾ, ഏറ്റവും കുറഞ്ഞ അതിൻ്റെ ഡബിൾ ഇൻവെസ്റ്റ് ചെയ്യും. ഡബിളൊന്നും അല്ല, എങ്ങനെയും കടം മേടിച്ചും വിറ്റും പെറുകി ഒരു 60,000 രൂപയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടാക്കും. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ 6000 ഇട്ട് നിങ്ങൾക്ക് 13,000 രൂപ 15,000 രൂപ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് അവരപ്പോൾ 13,000 രൂപ തന്നു. ആ 13,000 രൂപ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 60,000. 900 വെച്ച് എല്ലാ ദിവസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ പ്രോസസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മാത്രമല്ല, നിങ്ങളെ ആരെങ്കിലും ചേർത്താണെങ്കിൽ നിങ്ങൾ 60,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ 30,000 രൂപ അയാൾക്കും കിട്ടും. അങ്ങനെ ഒരു കമ്പനി എങ്ങനെ മുന്നോട്ട് പോവുക? ഒരു കമ്പനി എന്ത് ബിസിനസ്സാണ് അപ്പോൾ അവർ ചെയ്യുന്നത്? ഇതുപോലെ ലാഭം കിട്ടുന്ന മറ്റ് ബിസിനസ് ഉണ്ടോ? ഇന്ത്യയിലെ നമുക്ക് നമ്പർ 1 ആയിട്ടുള്ള പല കമ്പനികളും എടുത്ത് നോക്കാം. ഇതുപോലെ ലാഭം കിട്ടുന്ന ഒരു പരിപാടിയുണ്ടോ? ഒന്ന്, ഡബിൾ പൈസ കൊടുക്കും. 2, ചേർത്ത അയാളുടെ പൈസ എത്രയാണോ അതിൻ്റെ പകുതി കൊടുക്കുകയും ചെയ്യും. എന്താണ് പരിപാടി? ട്രേഡിംഗ് ആണെന്ന് പറയുന്നുണ്ട്. കമോഡിറ്റി ട്രേഡിങ്ങിൻ്റെ റിസ്ക് അറിയാവുന്ന കാര്യമല്ലേ. ട്രേഡിങ്ങിൽ ലാഭമുണ്ട്, നഷ്ടമുണ്ട്. ചിലപ്പം ഭയങ്കരമായിട്ട് നല്ല ലാഭം കിട്ടാം, ഓക്കെ. അതുപോലെ തന്നെ റിസ്ക് ഫാക്ടറുണ്ട്. ട്രേഡിങ്ങിൽ റിസ്ക് ഫാക്ടറുണ്ട്. ഇവരിപ്പം കുറേ പൈസ, ഇപ്പോൾ ഇവർ കോടികളായിരിക്കുമല്ലോ ട്രേഡിങ്ങിനായിട്ട് മുടക്കുന്നത്. ഇവരുടെ എക്സ്പെക്റ്റേഷൻ നടന്നില്ല. ഇപ്പോൾ ക്രൂഡ് ഓയിൽ, നിങ്ങൾക്കറിയാം, ക്രൂഡ് ഓയിൽ ഡോളറിൻ്റെയും രൂപയുടെയും കാര്യം അറിയാം. അതുപോലെ തന്നെ ബാക്കി ഇക്വിറ്റി ട്രേഡിങ്ങും ഉണ്ട്, ഇക്വിറ്റി മാർക്കറ്റിൽ. പിന്നെ ഫ്യൂച്ചറുണ്ട്, ഓപ്ഷനുണ്ട്, അങ്ങനെ പോകുന്നു. ഗോൾഡ്, സിൽവർ, ഈ സാധനത്തിൻ്റെ ഒക്കെ ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ഈ സാധനം. ഇവരുടെ ഒറ്റ ദിവസം ഇവരുടെ എക്സ്പെക്റ്റേഷൻ മാറിപ്പോയി എന്ത് സംഭവിക്കും? ഹ്യൂജ് ലോസ് വരില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ട്രേഡിങ്ങും കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്, മണി ചെയിനാണ് ചെയ്യുന്നത്. കിട്ടുന്ന കാശ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകും. ഒരു സുപ്രഭാതത്തിൽ ഈ കമ്പനി പൂട്ടിപ്പോവും. അന്നേരം ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ സമയത്ത് അതിലുണ്ടായിരുന്ന എല്ലാവരുടെയും പൈസ പോവും, ആ കാശ് പോവും. ഇപ്പം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യും. അതാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ പൈസ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇത് പോകും. ഇത് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം ഇതിനു മുമ്പ് ഒരുപാട് കമ്പനികൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒന്നുമില്ല ഇപ്പം പുതിയൊരു തട്ടിപ്പ്. ഇത് കുറച്ച് നാളായിട്ട് ഈ ഒരു സാധനം വന്നേക്കാണ്. ഇത് തട്ടിപ്പെന്ന് പറയാൻ കാരണം ഇതിന് കേരളത്തിൽ ബ്രാഞ്ചില്ല. കേരളത്തിൽ ഇങ്ങനത്തെ പരിപാടി നടന്നിട്ടുണ്ട്, ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. പൊളിഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ അറിയുന്നത്. കോയമ്പത്തൂരൊക്കെ കുഴപ്പമില്ല, ചെയ്യാം. കോയമ്പത്തൂരുള്ള കമ്പനികളിൽ നമ്മൾ ഈ കേരളക്കാരെന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അവരോട് ഇവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ പറയുക. അവരിപ്പോൾ ഉടനെ തുടങ്ങും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതൊന്നും തുടങ്ങില്ല, അങ്ങനെ തുടങ്ങാൻ പറ്റുമില്ല. അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല നമ്മുടെ കേരളം. ഓക്കെ, എന്തായാലും
ഇതിൽ നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലുള്ള മെസ്സേജ് ഒന്നും ഫോർവേഡ് ചെയ്യാതിരിക്കുക, ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. നമ്മളോ പൈസ കളഞ്ഞു, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണോ ഇൻവെസ്റ്റ് ചെയ്യുക, കുഴപ്പമില്ല. വേറെ ആൾക്കാരെ അതിൽ ചേർക്കാർ, കാരണം നിങ്ങൾക്ക് പൈസ കിട്ടും, പക്ഷേ ഒരു ദ്രോഹം ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കും, ഫ്രണ്ട്സ് അല്ലെങ്കിലും എല്ലാവരും സഹോദരന്മാരല്ലേ, അപ്പം ആരാണെങ്കിലും അവരുടെ ക്യാഷ് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഫാക്ടർ ഇതിലുള്ളതുകൊണ്ട് നമുക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യണ്ട കേട്ടോ. അത് ആരും ഇനി ചെയ്യാതിരിക്കുക. ഈ കമ്പനികളുടെയൊക്കെ മെയിൻ സംഭവങ്ങൾ ഒരു 10-20 മെസ്സേജ് ഇത് വന്നിട്ടുണ്ട്. ഞാനെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയായിരുന്നു. അപ്പം ഇതും വന്നിട്ടുണ്ട്. ഇത് താങ്കളും ചിലപ്പോൾ അറിയാതെ ചെയ്തായിരിക്കാം. ഓക്കെ, ഒരിക്കലും ചെയ്യാതിരിക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ടെമ്പററി നിങ്ങൾക്ക് ലാഭം കിട്ടിയേക്കാം, അത് കുഴപ്പമൊന്നുമില്ല, ലാഭം കിട്ടിയേക്കാം, പൈസ പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. നമുക്ക് നോക്കാം ഈ കമ്പനി എത്ര നാളിങ്ങനെ ഓടുമെന്നുള്ളത്. ഭയങ്കര പോപ്പുലറാണ് ഇപ്പോൾ, ഒരുപാട് പേര് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും ആട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.